मेरे प्यारे बच्चों साइलम ऑनलाइन हिंदी क्लास में आप सबका स्वागत करता हूं बच्चों आप ठीक है ना എല്ലാ മക്കളും പരീക്ഷയ്ക്ക് വേണ്ടി നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് റെഡി അല്ലേ മക്കളെ നാളത്തെ പരീക്ഷയിൽ നിങ്ങൾ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം 5 മാർക്കിന്റെ ചോദ്യമാണ് മാഷ് ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ മക്കൾ കൃത്യതയോട് കൂടി ശ്രദ്ധിച്ചോളൂ നമുക്ക് ആ പ്രധാനപ്പെട്ട ചോദ്യം മനസ്സിലാക്കാം മക്കളെ ബच्चों सवाल देखिए എന്താണ് ആ സവാൽ എന്താണ് ആ ചോദ്യം സൂചന ചിത്ര के स्थान पर ചിത്രത്തിന്റെ സ്ഥാനത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ശബ്ദ जोड़कर ആ ശബ്ദം എന്ത് ചെയ്യണം യോജിപ്പിച്ചിട്ട് കഹാനി കാ പുനർലേഖനെ ആ കഹാനി എന്ത് ചെയ്യണം നിങ്ങൾ പൂർത്തീകരിക്കണം അല്ലേ എന്താണ് ആ കഹാനി എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം ആ ചിത്രത്തിന്റെ സ്ഥാനത്ത് ആ പേരും കൂടി നൽകിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഐഡന്റിഫൈ ചെയ്യണം അല്ലേ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം ഇവിടെ ഒരു മരം കാണുന്നുണ്ട് ഒരു ഓടക്കുഴൽ കാണുന്നുണ്ട് ഒരു മയിലിനെ കാണുന്നുണ്ട് അതേപോലെ പിന്നെ എന്താണ് ഒരു മാനിനെ കാണുന്നുണ്ട് ഒരു മുയലുണ്ട് അല്ലേ പിന്നെ നമുക്ക് ബ്രാക്കറ്റിൽ എന്തൊക്കെ തന്നിട്ടുണ്ട് പേഡ് മോർ ഹിരൺ ബാൻസുരി ഓർ ഖർഗോഷ് അല്ലേ ഇതെന്തെല്ലാമാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ആദ്യം തന്നെ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കാം ആദ്യം എൻ്റെ മക്കൾ കാണേണ്ടത് അതാണ് എന്താണോ നമ്മൾ ആ ചിത്രമുള്ള സ്ഥാനത്തേക്ക് എഴുതി വെക്കേണ്ടത് അത് നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ഐഡന്റിഫൈ ചെയ്യണം അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞിട്ടുള്ളത് എന്താണ് മക്കളെ ആദ്യം എന്താണ് പറഞ്ഞിട്ടുള്ളത് പേടാണ് പേഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ മക്കൾക്കറിയാം പേഡ് എന്ന് പറഞ്ഞാൽ മരം എന്നാകുന്നു പിന്നെ നമുക്ക് മോർ എന്താണ് മോർ എന്ന് പറഞ്ഞാൽ മയിൽ എന്നാകുന്നു ഹിരൺ എന്ന് പറഞ്ഞാൽ മാൻ എന്നാകുന്നു ബാൻസുരി എന്ന് പറഞ്ഞാൽ ഓടക്കുഴൽ എന്നാകുന്നു ഖർഗോഷ് എന്ന് പറഞ്ഞാൽ മുയൽ എന്നാകുന്നു മനസ്സിലായോ യെസ് ഇനി ഇത് നമുക്ക് എങ്ങനെ ഇതിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ആദ്യത്തെ നമുക്ക് വായിച്ചു നോക്കാം അജയ് അല്ലേ അജയ് നിങ്ങളെ പോലുള്ള ഒരു പേരുള്ള ഒരു കുട്ടിയാണ് നിങ്ങളുടെ പേരെന്താണോ അത് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യാമെന്ന് സങ്കല്പിക്കുക അജയ് പിന്നെ ഒരു മരമാണുള്ളത് അല്ലേ മരം അപ്പോൾ നമുക്ക് പറയാം അജയ് മരം കെ നീച്ച് ബൈട്ട്കർ അല്ലേ മരം കെ നീച്ച് ബൈട്ട്കർ മരം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം ഐഡന്റിഫൈ ചെയ്യണം അപ്പം മരത്തിന് കെ നീച്ച് ബൈട്ട്കർ മരത്തിന് താഴെ ഇരുന്നു കൊണ്ട് അപ്പം മരം എന്നുള്ളത് നമ്മൾ ഇതിൽ നിന്ന് ഏത് കണ്ടെത്തും മക്കളെ പേട് അല്ലേ ആദ്യത്തെ വാക്ക് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുന്നു എൻ്റെ മക്കൾ ശ്രദ്ധിച്ചോളൂ അല്ലേ പേട് അപ്പൊ കിട്ടിയോ അപ്പൊ അജയ് പേട് കെ നീച്ചെ ബൈഠ്കർ അജയ് എന്ത് ചെയ്തു മരത്തിന് താഴെ ഇരുന്നിട്ട് ഓടക്കുഴൽ ബച്ചാ രഹാ ഥാ അപ്പൊ ഓടക്കുഴൽ എന്നുള്ളത് നമുക്ക് ഇതിൽ ഏതാ യെസ് നോക്കൂ മക്കളെ ഓടക്കുഴൽ എന്നുള്ളതിന് ഏതാ യെസ് ബാൻസുരി നമ്മൾ പഠിച്ചതാണല്ലേ നമ്മുടെ പാഠഭാഗത്തിൽ നമ്മൾ എന്ത് ചെയ്തതാണ് പഠിച്ചതാണ് അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ എഴുതി കൊടുക്കുന്നു അല്ലേ നോക്കൂ ബാൻസുരി അല്ലേ ഓടക്കുഴൽ നമ്മൾ ഇത് എന്ത് ചെയ്തു മക്കളെ ഇവിടെ എഴുതി കൊടുത്തു എന്നിട്ടോ മക്കളെ ബാൻസുരി ബച്ചാ രഹാ ഥാ അജയ് മരത്തിന് താഴെ ഇരുന്നിട്ട് എന്ത് ചെയ്തു ഓടക്കുഴൽ വായിച്ചു എന്നിട്ടോ മീട്ടി ആവാസ് സുൻകർ ഈ മധുരമായ ശബ്ദം കേട്ടിട്ട് മീട്ടി ആവാസ് മധുരമായ ശബ്ദം കേട്ടിട്ട് എന്ത് ചെയ്തു അവർ ചിത്രം അവിടെ കാണുന്നത് ഇങ്ങനെ ചിറകൊക്കെ ഇങ്ങനെ വിടർത്തിക്കൊണ്ട് ആരായിരിക്കുന്നേ യെസ് മയില് അപ്പം മയില് എന്നുള്ളത് നമ്മൾ താഴെ എഴുതി കൊടുക്കുക മയിലിന് എന്താ യെസ് മോർ മോർ നമ്മൾ എന്ത് ചെയ്യുന്നു മക്കളെ ഇവിടെ എഴുതി കൊടുക്കുന്നു അല്ലേ മോർ അല്ലേ മോർ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്കറിയാം മയിലാണ് അപ്പം ഈ മധുരമായ ശബ്ദം കേട്ടിട്ട് മോർ നാച്ച് ലഖാ മോർ എന്ത് ചെയ്തു നൃത്തം ചെയ്തു അല്ലേ നൃത്തം ചെയ്തു അപ്പോൾ അതവിടെ കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി നോക്കാം ഇനി എന്താണ് ഇത്തിനേമേം ഈ സമയത്ത് ഒരു മാനിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് മാൻ എന്താ അവിടെ പറയുന്നത് യെസ് ഹിരൺ അത് നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ യോജിപ്പിക്കുന്നു ഹിരൺ അല്ലേ ഹിരൺ ഓർ അല്ലേ മാനും അതേപോലെ പിന്നെ ആരാ മുയലിന്റെ ഫോട്ടോ ഉണ്ട് മുയലിന്റെ എന്താ മക്കളെ പറയുന്നത് യെസ് ഖർഗോഷ് അല്ലേ ഖർഗോഷ് സബ്നെ മിൽക്കർ ഖുഷിയാം മനായി അല്ലേ അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഒരുമിച്ച് സന്തോഷിക്കുന്നുണ്ട് ഖുഷിയാം എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുന്നുണ്ട് എന്നാണ് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം നാളത്തെ പരീക്ഷയിൽ 5 മാർക്ക് നമുക്ക് കൃത്യതയോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നേടാൻ കഴിയും അപ്പോൾ എൻ്റെ മക്കളെ ഇതൊന്നും നമ്മൾ എന്ത് ചെയ്തില്ല പുറത്തുനിന്നല്ല ഇതൊന്നും നമ്മൾ എന്ത് ചെയ്തത് എടുത്തിട്ടുള്ളത് ചിത്രക്കെ സ്ഥാൻ പർ ചിത്രത്തിന്റെ സ്ഥാനം നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ പേഡ് ഓർ ബാൻസുരി ഓർ മോർ അതേപോലെ പിന്നെ എന്തും കൂടി ഉണ്ട് ഹിരൺ ഓർ ഖർഗോഷ് അല്ലേ ഇത്തരത്തിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് കൃത്യതയോട് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു മക്കളെ യെസ് ചിത്രം നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഐഡന്റിഫൈ ചെയ്ത് അതിൽ എഴുതി വെക്കുക എന്നുള്ളൊരു പണി മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുള്ളൂ റെഡി അല്ലേ മക്കളെ അപ്പോൾ പേട് മരമാണെന്നും മോർ മയിലാണെന്നും അതേപോലെ ഹിരൺ മാനാണെന്നും ബാൻസുരി എന്ന് പറഞ്ഞാൽ ഓടക്കുഴലാണെന്നും ഖർഗോഷ് എന്ന് പറഞ്ഞാൽ മുയലാണെന്നും വളരെ കൃത്യതയോട് കൂടി നമ്മൾ എന്ത് ചെയ്തു മക്കളെ നമ്മൾ എന്ത് ചെയ്തു ഐഡന്റിഫൈ ചെയ്തു അപ്പോൾ മാഷിനി കഥ ഒരിക്കൽ കൂടി ഒന്ന് വായിച്ചു തരാം അജയ് പേട് के
नीचे बैठकर बांसुरी बजा रहा था और मीठी आवाज सुनकर मोर नाचने लगा और इतने में हिरण और खरगोश सबने मिलकर खुशियां मनाई ല്ലേ ക്ലിയർ അല്ലേ യെസ് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും മക്കളെ നാളത്തെ പരീക്ഷയിൽ 5 മാർക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നേടാൻ വേണ്ടിയിട്ട് സാധിക്കും എല്ലാ മക്കളും നാളത്തെ പരീക്ഷയിൽ ഇതേപോലെ ചിത്രം തന്നിട്ട് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഇതേപോലെ സിമ്പിൾ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യൂലേ 5 മാർക്കും നിങ്ങൾ സ്വന്തമാക്കൂലേ മക്കളെ റെഡി അല്ലേ യെസ് അച്ഛാ ബച്ചോ എല്ലാ മക്കളും നല്ല അടിപൊളിയായിട്ട് എക്സാം ചെയ്തു ഓൾ ദ വെരി വെരി ബെസ്റ്റ് ഓക്കെ സബ്കാ बहुत बहुत शुक्रिया बाय